ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൽ ഇപ്പോൾ 36 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാജസ്ഥാൻ റോയൽസും SRHും തമ്മിലുള്ള മത്സരത്തോടു കൂടിയാണ് 36 കളികൾ പൂർത്തിയായത്. 70 മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്ത ലീഗ് സ്റ്റേജിൽ ഇപ്പോൾ പകുതിയിലധികം കളികൾ കഴിഞ്ഞു എന്നുള്ളതാണ് സാരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ KL രാഹുലിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു 150+ സ്കോറും അതേപോലെ നിതീഷ് റാണയും ഒക്കെ പൊളിച്ചടുക്കിയപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് അടിച്ചുകൂട്ടിയ ആ ഒരു തകർപ്പൻ സ്കോർ എത്ര അനായാസമായിട്ടാണ് പഞ്ചാബ് കിങ്സ് മറികടന്നത്. അതെ, ഹയസ്റ്റ് ചേസ് എവർ ഇൻ IPL ഹിസ്റ്ററി എന്നുള്ള വമ്പൻ റെക്കോർഡും PBKS കുറിച്ചതിനോടൊപ്പം തന്നെ അവരുടെ ആ ഒരു അപരാജിത കുതിപ്പ് തുടരുകയാണ്. പോയിന്റ് പട്ടികയിലും 1-ാം സ്ഥാനത്ത് തന്നെയുണ്ട് PBKS. അതേപോലെ രണ്ടാമത്തെ മത്സരത്തിൽ SRH രാജസ്ഥാൻ റോയൽസിനെ ഒരിക്കൽ കൂടി തെരിപ്പണമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടി IPL പോയിന്റ് പട്ടികയിലും അതേപോലെ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സിനാരിയിലും ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി എത്ര കളികൾ വിജയിക്കണം ഓരോ ടീമിനും പ്ലേ ഓഫിലേക്ക് എത്താൻ? ഏതൊക്കെ ടീമുകളാണ് ടോപ്പ് 4 വളരെ അടുത്ത് നിൽക്കുന്നത്? ഏതൊക്കെ ടീമുകളാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നത്? ഏതൊക്കെ ടീമുകളാണ് തൽക്കാലം സേഫ് ആയിട്ട് മാറിയത്? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പോയിന്റ് പട്ടികയിൽ 10-ാം സ്ഥാനത്ത് നിൽക്കുന്ന KKRലേക്ക് വരികയാണെങ്കിൽ നിലവിൽ അവർക്ക് 7 കളികളിൽ നിന്ന് 3 പോയിന്റാണല്ലോ ഉള്ളത്. ഇനിയും 7 കളികൾ ബാക്കിയുണ്ട്. അതിൽ 7ലും വിജയിച്ചാൽ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായിട്ട് നിലനിർത്താൻ സാധിക്കും. പക്ഷേ ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ പോലും അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ KKR ഇസ് ഇൻ ഓൾമോസ്റ്റ് വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഒരു കളി പരാജയപ്പെട്ടാൽ തന്നെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ വലിയ തോതിൽ മങ്ങിപ്പോവും. LSGയിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 7 കളികളിൽ നിന്ന് 4 പോയിന്റാണ് അവർക്കുള്ളത്. ഇനി ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ LSGക്കും പ്ലേ ഓഫിലേക്ക് എത്താം. പക്ഷേ ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ 16 പോയിന്റ് അവർക്ക് ലഭിക്കും. എന്നാൽ 2 കളികൾ പരാജയപ്പെടുകയാണെങ്കിൽ LSG പുറത്താവും എന്നുള്ളതാണ് കാര്യം. ഏതായാലും മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ ഇതേ സിറ്റുവേഷനിലൂടെയാണ് MIയും കടന്നു പോകുന്നത്. മുംബൈ ഇന്ത്യൻസ് 5-ടൈം ചാമ്പ്യന്മാരാണ്. പക്ഷേ ഇനി അവർക്ക് ബാക്കിയുള്ള 7 കളികളും അതിനിർണായകമാണ്. 2 കളികൾ പരാജയപ്പെട്ടാൽ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം സംജാതമാവും. ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നവർക്ക് CSKയുമായി മത്സരമുണ്ട്. 7 കളികളിൽ നിന്ന് 6 പോയിന്റാണല്ലോ അവർക്കുള്ളത്. അതേപോലെ തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസും CSKയും ഒക്കെ 7 കളികളിൽ നിന്ന് 3 വിജയവും 4 പരാജയവുമായി 6 പോയിന്റുകളാണ് ഈ ടീമുകൾക്കൊക്കെ ഉള്ളത്. CSK, ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ടൈറ്റൻസ് ഈ 3 ടീമുകൾക്കും ഇനി ബാക്കിയുള്ള 7 കളികളിൽ 5 വിജയിച്ചാൽ 16 പോയിന്റുകൾ ഈസിലി ലഭിക്കും. അങ്ങനെ തന്നെ അവർക്ക് ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയാവുന്നതാണ്. ബട്ട് 3 പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരികയാണെങ്കിൽ അവരുടെ കാര്യം വളരെ അപകടത്തിലാവുകയും ചെയ്യും. ടോപ്പ് 4നായിട്ടുള്ള റേസിൽ ഈ 3 ടീമുകളുടെയും ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. SRHും രാജസ്ഥാൻ റോയൽസും ഇപ്പോൾ കളിച്ച 8 കളികളിൽ നിന്ന് 10 പോയിന്റുമായി നിൽക്കുകയാണ്. SRH ഒക്കെ ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കംബാക്കാണ് നടത്തിയിരിക്കുന്നത്. അവസാനമായി കളിച്ച 4 കളികളും അവർ വിജയിച്ചിട്ടുമുണ്ട്. ഈ 2 ടീമുകൾക്കും ഇനി ബാക്കിയുള്ളത് 6 കളികളാണ്. അതിൽ അറ്റ്ലീസ്റ്റ് 3 വിജയിച്ചാൽ അവർക്ക് ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. 4 വിജയിച്ചാൽ തന്നെ അവരുടെ കാര്യങ്ങൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് പ്ലേ ഓഫിലേക്ക് എത്താനും ഈസിലി സാധിക്കും. പോയിന്റ് ടേബിളിൽ രണ്ടാമത് നിൽക്കുന്ന RCBയിലേക്ക് വരികയാണെങ്കിൽ ഇനിയും അവർക്ക് 7 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോൾ തന്നെ 10 പോയിന്റുകളുമുണ്ട്. അതെ, ഇനി ഒരു 3 വിജയങ്ങൾ കൂടി സ്വന്തമാക്കിയാൽ ഏതാണ്ട് RCBക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. ഇത്തവണ RCBയും പഞ്ചാബ് കിങ്സും 100% പ്ലേ ഓഫിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ RCBക്കൊക്കെ ഇനി എന്തെങ്കിലും ചാലഞ്ചുകൾ മുന്നോട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ടോപ്പ് 2ൽ ഫിനിഷ് ചെയ്യണമെന്നുള്ളത് തന്നെയായിരിക്കണം. ഏതായാലും PBKSലേക്ക് വരികയാണെങ്കിൽ വൗ എന്ത് ടീമാണല്ലേ! ഇതുവരെ ഒരൊറ്റ പരാജയം പോലും അറിയാതെ കുതിക്കുകയാണ് ശ്രേയസ് അയ്യറും സംഘവും. ഏതായാലും ഇനി അവർക്ക് 7 കളികൾ ബാക്കിയുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് 2 വിജയിച്ചാൽ തന്നെ ഈസിലി വളരെ എളുപ്പത്തിൽ പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫ് ഉറപ്പിക്കും. സോ പഞ്ചാബൊക്കെ ടോപ്പ് 4ലേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് ഇനിയൊരു ചോദ്യമേ അല്ല. പക്ഷെ അവർ ടോപ്പ് 2ൽ ഫിനിഷ് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടതും. അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.